എക്സാക്റ്റ് നമ്മൾ എങ്ങനെയാണോ എയർപോർട്ടിൽ പോകുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോങ് ക്യൂവിലൊന്നും നിൽക്കണ്ട, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണം. നിങ്ങൾ സമയം നോക്കൂ, 12:50. കറക്റ്റ് 12:50ക്ക് ട്രെയിൻ എടുത്തു. സോസേജ് ആഡ് ചെയ്ത് കഴിക്കാൻ പോവാണ് കേട്ടോ. പപ്പടവട, ചൈനയിലെ പപ്പടവട, കൊറിയൻ ക്രീം വെച്ചിട്ട് വെളുത്തിട്ട് ബാറിയുണ്ട്. സുന്ദരനായിട്ട് ഇപ്പോൾ വരും ഞാൻ, നോക്കിക്കോ ഗൈസ്. ഞാനൊരു മേക്ക് ഓവർ നടത്താൻ പോവാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഷിയാനിലാണ്. ഷിയാൻ റെയിൽവേ സ്റ്റേഷനിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ചോങ്ചിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോങ്ചിങ് എന്ന് പറയുന്നത് ചൈനയിലെ തന്നെ ഒരു ഏറ്റവും സൂപ്പർ സിറ്റിയാണ്. അത് നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ആക്കിയിട്ട് ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ബുള്ളറ്റ് ട്രെയിനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബുള്ളറ്റ് ട്രെയിനിൽ നമ്മളെ എങ്ങനെ ഒരു 5 hours ഉണ്ട്, 5 hours എങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ചൈനീസ് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിൽ എന്തൊക്കെ ചെയ്യാം, നമുക്ക് അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് പോകാൻ കേട്ടോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ടുള്ള എൻട്രൻസിന് വേണ്ടിയിട്ട് വരുന്നത്. ഈ കാണുന്നത് മൊത്തം ആൾക്കാർക്ക് ഇവിടെ അവരുടെ ID കാർഡ് ഉണ്ട്. ഷിഫൻജോങ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ചൈനീസ് ID കാർഡ് ഉണ്ട്, നമ്മുടെ ആധാർ കാർഡ് പോലത്തെ. ആ സാധനം വെച്ചിട്ടാണ് അവർ ചെയ്യേണ്ടത്. നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മൾ മാനുവലി ഇവിടെ ഒരാളിരിക്കുന്നുണ്ടാവും. ആ സ്റ്റാഫിൻ്റെ അടുത്ത് പോയിട്ട് പാസ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറാൻ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്തത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനിങ് ആണ്. നമ്മൾ ഫുൾ എയർപോർട്ടിൽ കയറുന്ന പോലെ തന്നെയുള്ള പ്രോപ്പർ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു എയർപോർട്ട് കണക്കാണ് ചൈനയിലത്തെ ഒരു ഇതെല്ലാം റെയിൽവേ സ്റ്റേഷനും വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ VIP ലോഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അതാണ് VIP ലോഞ്ച്, റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള VIP ലോഞ്ച്. ഇനി ഇവിടെ നേരെ നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഗേറ്റുകളുണ്ടാവും. അപ്പോൾ ആ ഗേറ്റ്, അതായത് എക്സാക്റ്റ് നമ്മൾ എങ്ങനെയാണോ എയർപോർട്ടിൽ പോകുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. അപ്പോൾ ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിൻ വരുന്ന ഏതാണോ ഗേറ്റ് നോക്കുക, ആ ഗേറ്റ് നോക്കിയതിന് ശേഷം അവിടെ, കാരണം നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലോട്ട് ട്രെയിൻ വരുന്നതിൻ്റെ ഏകദേശം ഒരു 10 മിനിറ്റ് മുന്നെയാണ് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. അപ്പോൾ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ട്രെയിൻ ഏത് ഗേറ്റിലാണ് വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് 20Bയിലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ 34B ഉണ്ട്, 33 ഉണ്ട്. ഈ സൈഡ് മൊത്തം B ആയിരിക്കും, ആ സൈഡ് മൊത്തം A ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഷിയാൻ എയർപോർട്ടിൻ്റെ ഷിയാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു രൂപം വരുന്നത്. ഷിയാനിൽ 2 റെയിൽവേ സ്റ്റേഷനാണ് വരുന്നത്. ഒന്ന് ഷിയാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനും പിന്നെ ഒന്ന് ഷിയാൻ റെയിൽവേ സ്റ്റേഷനും. അപ്പോൾ ഷിയാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. അതിന് പറയുക ഷിയാൻ ബെയ്ജാൻ എന്നാണ് പറയുക. ബെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത്, ജാൻ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനെയാണ് പറയുന്നത്. അങ്ങനെ ഷിയാൻ ബെയ്ജാൻ എന്നാണ് പറയുന്നത്. ഇവിടെ മുകളിലോട്ട് പിന്നെ വേറെ കുറേ KFCയും പിന്നെ അതേപോലെ ചൈനീസ് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിനി നേരെ ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ലോങ് ക്യൂവിലൊന്നും നിൽക്കണ്ട, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണം. നമ്മൾ ഈ പാസ്പോർട്ട് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് എന്തുണ്ട് ഗുണം, ആ ലോങ് ക്യൂവിലൊന്നും നിൽക്കണ്ട. ലോങ് ക്യൂവിൽ നിൽക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ കാർഡ് വെച്ചിട്ട് ചെയ്യേണ്ടതിനാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി ലേറ്റായി വന്നാലും നമുക്ക് സൈഡിൽ കൂടെ ബിസിനസ് ക്ലാസ്സിൻ്റെ ചെക്ക് ചെയ്യണതിൻ്റെ അതിൽ കൂടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് പാസ്പോർട്ട് ആയതുകൊണ്ട് അവർ മാനുവലി ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളപ്പുറത്ത് കൂടെ ചെക്ക് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ട്രെയിൻ വരാൻ ഏകദേശം 10 മിനിറ്റേ ഉള്ളൂ. ട്രെയിൻ ആ 10 മിനിറ്റിൽ വരുന്ന സമയത്താണ് ഈ ഒരു ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെ പ്ലാറ്റ്ഫോമിലോട്ട് വരാൻ പറ്റുള്ളൂ. അവിടേക്ക് അപ്പുറത്തൊരു ട്രെയിൻ വരുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ആൾക്കാരുള്ളത്. അല്ലാണ്ട് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഒരാളെ പോലും കാണാൻ പറ്റില്ല. നാട്ടിലത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിലാണ് പകുതി ആൾക്കാർ കിടന്നുറങ്ങുന്നത് തന്നെ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇനി നമ്മൾ കറക്റ്റ് നമ്മുടെ കാരേജ് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അവിടെ പോയി നിൽക്കണം. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇത്. പക്ഷേ സ്പീഡ് കുറവുള്ള ട്രെയിൻ തോന്നുന്നു കേട്ടോ. അത് ഏറ്റവും കൂടിയ ട്രെയിനല്ല, ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഏറ്റവും കൂടിയതല്ല തോന്നുന്നു. ഇത് കുറച്ച് സ്പീഡ് കുറവുള്ളത് തോന്നുന്നു. അപ്പോൾ ഇത് ബിസിനസ് ക്ലാസ് അല്ല, ഇത് നോർമൽ തന്നെയാണ് ഇവിടെ വരുന്നത്. അയ്യോ, ഇത് കാരേജ് നമ്പർ 8 ആണ്. നമ്മളുള്ളത് കാരേജ് നമ്പർ 3ലാണ്. ഓർഡറും ഗൈസ് നിങ്ങൾ സമയം നോക്കൂ, 12:50. കറക്റ്റ് 12:50ക്ക് ട്രെയിൻ എടുത്തു. ഇതാണ് ചൈനയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാണ്, എല്ലാ സമയവും കറക്റ്റാണ്. നമ്മളപ്പോൾ അങ്ങനെ ഹൈ സ്പീഡ് ട്രെയിനിൽ ഇരിക്കുന്നുണ്ട്. 2nd class ആണ് വരുന്നത്. ഇനി നമ്മൾ ഫുള്ള് വീഡിയോ ഷൂട്ടിംഗ് ആണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ഫുള്ള് ഫുഡ് കഴിക്കുന്നത് എല്ലാ സംഭവം ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ട്രാവൽ ചെയ്യാൻ ആരാ ഉള്ളത് ഒപ്പം? കാണും ഗൈസ്, എസാന്തി ഉണ്ട് നമ്മുടെ ഒപ്പം. എസാന്തി ഉറക്കത്ത് എണീറ്റ് വന്നേക്ക് വന്നു കേട്ടോ. മുഖമൊക്കെ ആകെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സമയം 12:58 ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. എസാന്തിനെ എല്ലാവർക്കും അറിയില്ലേ? എസാന്തി, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. വണക്കം എല്ലാവർക്കും. ഇറ്റ്സ് തമിഴ്. Hesanthi is from Sri Lanka. She's doing MBBS over here. Now doing the internship and now we are traveling to Chongqing. Let's see how it goes. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊരു പോളി നൂഡിൽസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാനുണ്ടോ?
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലത്തെ ഒരു സൂപ്പർ നൂഡിൽസാണ്. ഇത് ബീഫിൻ്റെ ഫ്ലേവറുള്ള നൂഡിൽസാണ്. അപ്പോൾ ബീഫിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ഇത് കഴിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് ഓരോരോ സ്നാക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയേക്കാണ്. നെൽപ്പാടങ്ങളിലൂടെ, ചൈനയിലെ നെൽപ്പാടങ്ങളിലൂടെയും കൃഷിയിടങ്ങളിലൂടെയും പോകുന്ന റെയിൽവേ, അതുകൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ ഫുൾ സീറ്റഡ് ആണ്. ഇതിപ്പോൾ നേരെ ഏകദേശം 6 സ്റ്റോപ്പ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. 6 സ്റ്റോപ്പിൽ നമുക്ക് 6 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോങ്ചിങ്ങിൽ എത്തുന്നത്. അപ്പോൾ ഏകദേശം സമയം എടുക്കുന്നത് 5 hours ആണ്. അതെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫുഡ് ഇവിടെ സെറ്റ് ആവുന്ന കേട്ടോ ഗൈസ്. എൻ്റെ സ്പെഷ്യൽ ബീഫ് നൂഡിൽസ്, ഇൻസ്റ്റൻറ്റ് ബീഫ് നൂഡിൽസ് ഇത് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുകളിൽ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളം വെച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മുടെ ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുൾ ഫുഡ് വ്ളോഗിങ് ആണ്. ട്രെയിനിൽ നിന്നിട്ട് എങ്ങനെ ഫുഡ് വ്ളോഗ് ചെയ്യാം. പിന്നെ നമുക്കൊരു സോസേജ് ഉണ്ട്, ഈ സോസേജ് നമുക്ക് കഴിച്ച് നോക്കാം. പിന്നെ ഇത് ഡ്രൈഡ് ബീഫാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് സെറ്റായിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ നൂഡിൽസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, നൂഡിൽസ്. അപ്പോൾ നമ്മൾ നൂഡിൽസിലേക്ക് ഇനി എന്താ ആഡ് ചെയ്യുന്നത്, ഒരു സോസേജ് ആഡ് ചെയ്ത് കഴിക്കാൻ പോവാണ് കേട്ടോ, സോസേജ്. അപ്പോൾ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള സോസേജാണ്. അപ്പോൾ നമുക്കിത് ആദ്യം പൊളിച്ച് നോക്കാം. യശാന്തി ഇവിടെ ഇരുന്നിട്ട് വേറെ ഫുഡ് എന്തൊക്കെ കഴിക്കുന്നുണ്ട്. യശാന്തി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കുന്നുണ്ട്. എനിക്ക് തുറക്കാൻ പറ്റണില്ല ഗൈസ്. നമ്മൾ 4 സൈഡ് തുറക്കാൻ നോക്കി മുഞ്ചി. അപ്പം ലാസ്റ്റത്തെ സൈഡിലാണ് നമുക്ക് സാധനം ഓപ്പൺ ആയിട്ടുണ്ട്. അത് യശാന്തി അപ്പുറത്ത് നിന്ന് ഫ്ലാഷ് അടിച്ച് വീഡിയോ എടുക്കണം. എൻ്റെ ലൈറ്റ് ആണ് കേട്ടോ ഗൈസ്, കാര്യമാക്കണ്ട. യു ഹാവ് ചോപ്സ്റ്റിക്സ്. ഫുൾ സെറ്റ്. ടിഷ്യൂ പേപ്പർ വരെ ഉണ്ട്, ടോയ്ലറ്റ് പേപ്പറൊക്കെ ടിഷ്യൂ പേപ്പർ. ന്യൂറോമിയൻ നല്ല ചൂടാ ഗൈസ്. നമ്മുടെ നാട്ടിലത്തെ ബീഫ് കറീൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് വരുന്നത്. നല്ല ടേസ്റ്റിൻ്റെ സൂപ്പർ സാധനം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറില്ല. അതേ നമ്മുടെ ക്യാമറയിൽ അപ്പുറത്തൊരു തന്നെ കാണാനുണ്ടല്ലോ, അപ്പോൾ എനിക്കൊന്നും ആ ഗ്ലാസിൻ്റെ റിഫ്ലക്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആളുടെ ഒപ്പം ഇരുന്നിട്ട് ഫുഡ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഹെസാന്തി രോഗമുള്ള സ്പെഷ്യൽ ചായയാണ് കേട്ടോ. നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പേപ്പർ കപ്പ് ഉണ്ട് ഇവിടെ. നമുക്ക് ഈ ബീഫ് ഒന്ന് കഴിച്ചു നോക്കണം, ഇതെങ്ങനെയുണ്ട് ആദ്യം പൊളിക്കണം. ചായ 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 അതിനെ നമ്മൾ ചായ കുടിച്ച് നോക്കുകയാണ്. കമ്പി കമ്പി എന്ന് പറഞ്ഞാൽ ചിയേഴ്സ് ആണ് കേട്ടോ. അതിന് നമുക്ക് പാൽ ചായ കുടിച്ച് നോക്കാം. കൊള്ളാം, സൂപ്പർ ചായ, സൂപ്പർ ചായ, കൊള്ളാം, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടൊക്കെ ഉണ്ട്. സെറ്റ് ചായ. നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ. ചായയും ഡ്രൈഡ് ബീഫും കഴിച്ച് നോക്കാം. ലെറ്റ്സ് ട്രൈ ടീ വിത്ത് ഡ്രൈഡ് ബീഫ്. ഡ്രൈഡ് ബീഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ബീഫ്
ജർക്കി. ായിട്ട് നമ്മൾ കഴിക്കാൻ പോണത് ഒരു ബണ്ണല്ല, ഡോണറ്റ് പോലെ ഉണ്ട്. ഡോണറ്റും അല്ല, ഡോണറ്റിന് എന്താ പറയുക, എന്ത് പറയും, ഉഴുന്ന് വട, മധുരമുള്ള ഉഴുന്ന് വട. ഇത് ഫുൾ പ്രഷറായിട്ടിരിക്കുന്ന സംഭവം. പൊട്ടിച്ച് നോക്കാം. ഗൈസ്, നമ്മൾ നമ്മുടെ കേക്ക് പൊളിച്ചേക്കാണ്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. കൊള്ളാം. അടുത്ത ചൈനയിലെ പൊളിസാണ്. ഇനി അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഇങ്ങനത്തെ ഒരു പപ്പടമാണ് കേട്ടോ. ചൈനയിലത്തെ പപ്പടം. ഇവിടെ എഴുതിയേക്കണത് ഷൗകോങ് ഖാവ്പിയാൻ അങ്ങനെ എന്തോ സാധനമാണ്. കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പപ്പടം അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. നമ്മൾ ഓരോ ക്യാരക്ടർ വെച്ച്, ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഉപയോഗിച്ചിട്ട്, പിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാക്സ്, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഇത് കഴിച്ച് നോക്കാം. ഇത് എള്ളൊക്കെ ചേർത്തിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. വലിയ കുഴപ്പമില്ല, കഴിക്കാം. നമ്മുടെ പപ്പടം തന്നെ സൂപ്പർ. നമ്മുടെ നാട്ടിലത്തെ പപ്പട വട അത്ര ഒന്നും എത്തൂല. ചൈനയിലത്തെ ഇങ്ങനത്തെ ഓരോ പപ്പട വടകൾ. എന്തൊക്കെ ഒരു മസാലയുടെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ട്രെയിനിന് ഏകദേശം നല്ല സമയമുണ്ടല്ലോ. അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊന്ന് ഫേസൊക്കെ ഒന്ന് സെറ്റാക്കി സുന്ദരനാവാൻ പോവുകയാണ് കേട്ടോ ട്രെയിനിലിരുന്നിട്ട്. അപ്പോൾ നമ്മുടെ അടുത്തൊരു സംഭവമുണ്ട്, മക്കോട്ട് പോർ ക്ലാരിഫയിങ് ക്രീമാണ് ഇത്. ആക്സിസ് ബൈ എന്ന് പറഞ്ഞാൽ കൊറിയൻ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവം വെച്ചിട്ട് ആദ്യം നമ്മളൊന്ന് സംഭവം ചെയ്യുന്നത്, ഫേസ് മാസ്ക് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ചൈനീസിൻ്റെ റിയാക്ഷനൊക്കെ നോക്കി നോക്കാം. നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലിരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, അതേപോലെ നമ്മൾ ഇനി അടുത്തത് നമ്മൾ കുറച്ച് മേക്കപ്പ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചൈനീസ് ആൾക്കാരുടെ റിയാക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ സംഭവം ഫേസ് ക്രീം ഇട്ടിട്ട് ഒരു 30 മിനിറ്റ്സ് ഇരിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കാം. എന്നിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഹെയറിന് മുകളിലേക്കുള്ള ഒരു സംഭവം. ഇത് നമ്മൾ മിനിസോന്ന് മേടിച്ച സാധനമാണ് കേട്ടോ. മിനിസോന്ന് മേടിച്ച സാധനം. അയ്യോ അങ്ങനെയുണ്ട് ഗൈസ്, പൊളിസാരം വേണ്ടി അപ്പുറത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതേവരെ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ ഫുള്ള് മേക്കപ്പാണ്. ഒരാളപ്പുറത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാണുന്നില്ലേ? സെറ്റല്ലേ? വാട്ട് ഈസ് ദിസ് മെയ്ഡ് അപ്പ് ഓഫ്? Who cares? Who cares? It's Korean. Who cares? സീന പൊളിയായിട്ടില്ലേ? നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു 30 മിനിറ്റ്സ് ഇരിക്കണം. നമ്മൾ അപ്പുറത്തെ ചങ്ങായി എന്തോ പറയും,
നമ്മൾ കൊറിയൻ ക്രീം വെച്ചിട്ട് വെളുത്തിട്ട് ബാറിയുണ്ടെന്നാണ് തോന്നുന്നത്. ഇതൊരു സ്കിൻ കെയർ സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഇപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞു. വേറെ ഏതൊരു സ്റ്റേഷൻ എത്തുന്നുണ്ട്. ഇനി നമ്മൾ ഇത് മൊത്തം വൈപ്പ് ചെയ്തിട്ട് വേറൊരു ഫേസ് മാസ്ക് ഇടാൻ പോവാണ്. നമ്മുടെ ചെറിയൊരു കുഞ്ഞ് ഫേസ് മാസ്കിൻ്റെ ഒരു സംഭവമുണ്ട്. ടോയ് സ്റ്റോറിൻ്റെ കേട്ടാൽ നമ്മൾ കൊറിയൻ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ മുഖമൊക്കെ ഫുള്ള് ക്ലെൻസായിട്ട് പോസൊക്കെ പോയി ഭയങ്കര സുന്ദരനായിട്ട് തോന്നുന്നു. ഇനി അടുത്തതായി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഫേസ് മാസ്ക്. ഇസ് ഇറ്റ് ഓൾസോ ഫ്രം കൊറിയ? ഫേസ് മാസ്ക്, ചൈനീസ് ഫേസ് മാസ്ക്, ചൈനീസ് ഫേസ് മാസ്ക്.女士们、先生们，本次列车。ഇത് വൻ ശോഭമാണ് കേട്ടോ. എന്തോ ജെല്ലിയാണ് മൊത്തം.动儿它是这个形式，是不是？会跟酱壳一样，两个都是一个是大人酱的，一个是大酱，会和在一块儿，所以这个壳儿要不炒菜，这是麻子，不翻一下子。Bro, I can't see anything. 那年我带你妈回去是搓的盘，搓到1成，搓到1成完以后，我要搓出来光会摔，不热了摔。സുന്ദരനല്ലേ ഫാസില എന്നഴകല്ലേ ഫാസില എന്നേ ഫാസില എന്നു തന്നെ. I can see what one Ajumma is telling. Oh, no, I should remove this one now. Yeah. Oh, I can't. This should not be on your lips. It's, yeah. സുന്ദരൻ തന്നെ സുന്ദരി ഫാസില എന്നഴകല്ലേ ഫാസില. And squeeze it and take this liquid Yeah. What should I do with it? for your hands and for your neck. Oh. The door is about to close. Please be careful. 车门即将关闭，请注意安全。 The door is about to close. Please be സ്കിൻ careful. കെയർ നോക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഒപ്പം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ സംഭവിക്കാൻ പോകുന്നത്. സുന്ദരനല്ലേ ചൈനീസ് സുന്ദരനാകുമ്പോൾ കേട്ടോ.
One eternity later. അങ്ങനെ ഗൈസ് നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഈ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ടിരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ണ് തുറച്ച് നോക്കുമായിരുന്നു കേട്ടോ, എന്താണ് ഇവന്മാർ ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് ഒക്കെ നോക്കുമായിരുന്നു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ദൂരം. അയ്യോ സുന്ദരനായിട്ട് ഇപ്പോൾ വരും ഞാൻ, നോക്കിക്കോ ഗൈസ്. ഞാനൊരു മേക്ക് ഓവർ നടത്താൻ പോവാ. ഇതെന്താണത്? പെട്ടു ഗൈസ്, എന്തോ ഒരു അപാകത ഉണ്ട് തോന്നണല്ലേ. എന്നാലും ഞാൻ പറയും സൂപ്പറായിട്ടുണ്ട് ഗൈസ്, സൂപ്പർ സുന്ദരനായി. വെളുത്തിട്ട് പാറി വെളുത്തിട്ട് പാറി ഗൈസ് അടുത്തതായിട്ട് നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ പോയിട്ട് നമ്മളൊരു പൊളി യോഗട്ട് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇവർ മാർക്കറ്റ് ചെയ്യുന്ന സ്റ്റൈൽ അടിപൊളി കേട്ടോ. ഇതാണ് യോഗട്ടിൻ്റെ ഇത് വരുന്നത്, നിങ്ങൾ കാണുക ഗൈസ്. ഒരു നിപ്പിൾ പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ട് കുഞ്ഞ് പാല് കുടിക്കണ പോലെ ഒന്ന് നമ്മൾ യോഗട്ട് കുടിക്കാൻ പോവുകയാണ്. നമ്മുടെ വീഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് തുറക്കണം. എന്താണ് ഗൈസ് തുറക്കാനായിട്ട്? ഓക്കെ, തുറന്ന് ഈ സംഭവം തുറന്ന് കൊള്ളാം. സൂപ്പർ യോഗട്ട. ചൈനയിൽ എപ്പോഴും കിട്ടുന്ന യോഗട്ടൊക്കെ അടിപൊളി യോഗട്ട. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുത്തെ സെലിബ്രിറ്റി തന്നെ. ഇതാണ് നമ്മൾ കുടിക്കണം. കുഞ്ഞു കുട്ടിയാട്ടോ, ഞാൻ ചെറിയ കുട്ടിയുടെ. കൊള്ളാം, ചൈന സൂപ്പറാ. യോഗട്ടാണ് ഗൈസ് ഇത്, യോഗട്ട് നല്ല പൊളി സാധനം. ചൈന വന്ന എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, നിപ്പിൾ വെച്ചിട്ടുള്ള യോഗട്ട്. നമ്മൾ നമ്മുടെ യോഗട്ടൊക്കെ ഏകദേശം കുടിച്ചങ്ങ് സെറ്റായിട്ടുണ്ട്. അടുത്ത വ്ളോഗർ അവിടെ എഡിറ്റിംഗ് അല്ല, മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ശ്രീലങ്കൻ വ്ളോഗർ പ്രശാന്തി ധോനിലൊക്കെ വൻ ഫേമസ് ആട്ടോ. നമ്മൾ പറയാറില്ല, ബാക്കി വീഡിയോയിലൊക്കെ പറയാറുണ്ട്. പ്രശാന്തി ധോനിൽ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. അപ്പോൾ ധോനിൻ്റെ ഒക്കെ വീഡിയോസാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ധോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ടിക്ടോക്ക്. ഗൈസ് ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിലത്തെ വാഷ്റൂം വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വാഷ്റൂം തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇനി ഇതിൻ്റെ ഉള്ളിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല. സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ 500 യുവാനാണ് ഫൈനത്. ഫസ്റ്റ് ടൈം പിടിച്ചു കഴിഞ്ഞാൽ 500 യുവാൻ. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ മൈക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 500 യുവാനാണ് ഫസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ID കാർഡിൽ അത് റിപ്പോർട്ട് ആവും. പിന്നെ വീണ്ടും സെക്കൻഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2000 യുവാനാണ്. അപ്പോൾ 500 യുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ 6000 രൂപയാണ് ഫൈൻ. പിന്നെ 2000 യുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10-24,000 രൂപയാണ് ഫൈൻ വരുന്നത്. ഇതാണ് ചൈനയിലത്തെ. ഇതാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ സീറ്റിംഗ് വരുന്നത്. നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഉള്ളിലത്തെ സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ്, അങ്ങനത്തെ എല്ലാ സംഭവത്തിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുകളിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാവുന്ന. അന്ന് നമ്മൾ യാസിൻ ബ്രോ ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഷാവലിൻ ടെമ്പിളിലോട്ട് പോയത് ബുള്ളറ്റ് ട്രെയിനിലായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു ട്രെയിനിൻ്റെ ഫുൾ ജേർണി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിൻ എങ്ങനെയാണ് ഉള്ളിലുള്ളതെന്നാണ് നിങ്ങൾക്ക് മൊത്തം കാണിച്ചിട്ടുള്ളത്. 5:50 ആയിട്ടുണ്ട്. നോക്കൂ, കറക്റ്റ് 5:50 തന്നെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങാൻ നിൽക്കുന്നു. ഇതാണ് ലാസ്റ്റ് സ്റ്റേഷൻ വരുന്നത് കേട്ടോ. നമ്മുടെ ട്രെയിൻ ജേർണി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ മെട്രോയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെട്രോയിൽ നമുക്ക് വെൽക്കമിങ് സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ ലവ് ചോങ്ചിങ്ങും ചോങ്ചിങ്ങിലത്തെ മെയിൻ സ്ഥലങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ലിസിബ മെട്രോ സ്റ്റേഷൻ, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ മെട്രോൻ്റെ അങ്ങോട്ട് നടന്നേക്കാം. അവസാനം ഹോസ്റ്റലിൽ എത്തിയേക്കാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത്. എൻട്രി ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ലോബി, പിന്നെ ഇവിടെ വാഷ്റൂം ഉണ്ട്. ഇതാണ് ലോബി. നമുക്കൊരു വർക്ക് സ്പേസ് പോലത്തെ ഒരു സ്പേസ്. പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡെയിലി യൂസിനുള്ള സാധനങ്ങളും ഇതൊക്കെ. പിന്നെ ഇവിടെ എന്തെല്ലോ സൊവിനേഴ്സും ആൾക്കാർ വന്ന സ്ഥലത്തിൻ്റെയൊക്കെ, ഹാങ്ചോ എന്ന് വന്ന സ്ഥലത്തിൻ്റെ ആൾക്കാർ ഇവിടെ നിന്നതിൻ്റെയൊക്കെ ഒരേ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ബോയ്സിൻ്റെ സ്റ്റേ വരുന്നത്. ബോയ്സിൻ്റെ സ്റ്റേ ഇവിടെയാണ് വരുന്നത്. ഇതാണ് എൻ്റെ സ്ഥലം. ഞാനിന്ന് ഇവിടെയാണ് കിടക്കാൻ പോകുന്നത് ഗൈസ്. ചാർജിങ് പോയിൻ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. 1, 2, 4, 6 ആൾക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ നോക്കൂ. ഇതാണ് ചോങ്ചിങ്ങിൻ്റെ അതിമനോഹരമായ വ്യൂ. സെറ്റ് വ്യൂ ആണ്. നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലത്ത് തന്നെ നമുക്ക് സ്റ്റേ കിട്ടി ഗൈസ്. അപ്പോൾ ഇത് നോക്കൂ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ കാണുന്നത് ചോങ്ചിങ് FUYuan ആണ്. അതായത് ചോങ്ചിങ്ങിൻ്റെ സെക്കൻഡ് അഫിലിയേറ്റഡ് ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്.
ഓക്കെ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിവർ കാണാം. ചോങ്സിങ്ങിലത്തെ മെയിൻ റിവറാണ് ഈ സംഭവം വരുന്നത്. പിന്നെ ഇവിടേക്കൊക്കെ കുറേ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാം ഇപ്പോൾ രാത്രിയായപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇതേ അപ്പുറത്ത് കൂടി റിവറിൻ്റെ ആ ഭാഗമൊക്കെ പോകുന്നുണ്ട്. ഇത് ചോങ്സിങ്ങിലത്തെ ഒരു ഫേമസ് ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. WFC ടവർ എന്നൊക്കെ പറയും. ചോങ്സിങ്ങിലത്തെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിംഗ്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ സ്ഥലമാണ് ഉണ്ടാവും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ചോങ്സിങ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സെറ്റായിട്ട് ഇതിനെ പറ്റിയിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തരുന്ന ആയിരിക്കും. അങ്ങനെ നമ്മൾ ഹോസ്റ്റലൊക്കെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ്. ചോങ്സിങ്ങിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 30 വർഷം പഴക്കമുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. 30 വർഷം പഴക്കമുള്ള റെസ്റ്റോറൻറ്റ്സിൽ ചോങ്സിങ്ങിലെ ഫേമസ് ആയിട്ടുള്ള ചോങ്സിങ് ഷാവ് ന്യൂറോമിയാൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് മെനു വരുന്നത്. ഫുള്ള് ചൈനീസാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ചോങ്സിങ് ഷാവ് ന്യൂറോമിയാനാണ്. ന്യൂറോ ഷാവ് മിയാൻ ഈ സംഭവമാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. കുഞ്ഞ് റെസ്റ്റോറൻറ്റ്, ആകെ 3 ടേബിളുള്ളൂ, പക്ഷേ നല്ല പഴക്കമുള്ള റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മുടെ ഫുഡ്. ചോങ്സിങ് ഷാവ് ന്യൂറോമിയാനാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ചോങ്സിങ്ങിലത്തെ സ്പെഷ്യൽ ഫുഡാണ്. നമ്മൾ സ്പൈസ് അധികം പറഞ്ഞിട്ട് മീഡിയം സ്പൈസാണ്. ഇത് കാണുന്നത് മൊത്തം ഓയിലും സ്പൈസും മസാലയൊക്കെ കൂടിയിട്ടുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് ഇത് കഴിച്ച് നോക്കാം. ഇത് കഴിച്ച് കഴിഞ്ഞേക്കാണ് കേട്ടോ. ഇതിനുള്ളിൽ ഒന്നുമില്ല, ഭയങ്കര സ്പൈസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. സന്ധ്യ സ്പൈസ് കൂടിയിട്ട് ഇത് എവിടെ ഇരിക്കുന്നുണ്ട്, ഫുള്ള് കഴിക്കാണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫുള്ള് കഴിച്ച് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ നേരെ പോയിട്ട് ഒരു ജ്യൂസ് എന്തെങ്കിലും കുടിക്കണം. ഓക്കെ ഗൈസ്, ഇന്ന് ഫുള്ള് ഫുഡാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ നല്ല എരിവുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വന്നേക്കാണ് ഐസ്ക്രീം കഴിക്കാനായിട്ട്. ഈ ഐസ്ക്രീമിന് ആകെ ഇവിടെ 2 യുവാനായിട്ടോ വില വരുന്നുള്ളൂ. 300 ml വെള്ളത്തിന് വേണ്ടി 2 യുവാനാണ് വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ 2 യുവാൻസിൻ്റെ ഐസ്ക്രീമാണ്. ഇത് ബോബാട്ടീൻ്റെ ഫേമസ് കടയാണ് കേട്ടോ. ചൈനയിൽ എല്ലായിടത്തും ഉണ്ട്. ഓൾ അക്രോസ് ചൈനയുള്ളതാണ്. സ്നോമാൻ എന്നാണ് നമ്മൾ പറയുക. ഇതിൻ്റെ പേരെന്താണ് ശരിക്കുള്ളത് അതെന്തോ തന്നെയാണ്. നമ്മൾ 2 യുവാൻ്റെ ഐസ്ക്രീം വെച്ചേക്കാണ്. ഓക്കെ കമ്പേ. അപ്പോൾ ഗൈസ് നമ്മുടെ ബാക്കിൽ വെൽക്കം ചോങ്സിങ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ചോങ്സിങ്. ഇനി നമ്മൾ ചോങ്സിങ് വിശേഷങ്ങളുമായിട്ടാണ് അടുത്ത വീഡിയോസൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ട്രെയിനിൽ എങ്ങനെ സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കുറേ മേക്കപ്പ് സംഭവങ്ങളൊക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും പുതിയ ചൈനയിലത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. നമുക്ക് ചോങ്സിങ് വിശേഷങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത്. ചോങ്സിങ്ങിലെ സ്പെഷ്യൽ ഹോട്ട് പോട്ടും കാര്യങ്ങളും അങ്ങനത്തെ സ്പെഷ്യൽ പൊളി സാധനങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.